ഇന്നത്തെ റീഡിംഗ് ടോപ്പിക്ക് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷനിലോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ നടത്താനായിട്ട് സാധിക്കാത്തൊരവസ്ഥയിൽ തന്നെയാണെന്നാണ് കാണുന്നത്. അതിപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ഒരു മാറ്റം വേണമെന്നവർ ഒരുപാടായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ കൂടുതൽ പേർക്കും നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്ത് വന്നിട്ടുള്ളൊരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു ഇമ്മച്യൂറായിട്ടുള്ള ഒരു ബിഹേവിയർ കാരണമോ അല്ലെങ്കിൽ അവർ പല കാര്യങ്ങളും ഒരു ഇമ്മച്യൂർഡായിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഒന്നിനും ഒരു സീരിയസ്നെസ് കാട്ടാതെ എല്ലാം ഭയങ്കര സില്ലിയായിട്ടൊക്കെ എടുത്തതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഒരുപാട് അധികമായിട്ടുള്ള ഒരുപാട് വീണ്ടും വീണ്ടും അവർ തെറ്റിലേക്ക് പോകുന്നു. അത്തരമൊരു സാഹചര്യത്തിലായിരിക്കണം നിങ്ങളുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ പോലും വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. പല കാര്യങ്ങളും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പോലും അവർ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തതായിട്ട് നിങ്ങൾക്ക് പോലും ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങളും കുറേ തവണയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരിക്കാം, എന്തുകൊണ്ടാണ് ഇത്ര സില്ലിയായിട്ട് കാണുന്നത്? പല കാര്യത്തെയും ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ വേറെ കല്യാണം ആലോചിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ തന്നെ അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഭയങ്കര ടെൻഷനോട് കൂടി ഷെയർ ചെയ്യുമ്പോഴും അത്രേ ഉള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ബിഹേവ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അപ്പോൾ ഇത്രയും സീരിയസ് ഒരു സീരിയസ്നെസ് ഇല്ലല്ലോ, അപ്പോൾ ഇത്രയും സില്ലി ആയിട്ടാണോ കാണുന്നത് കാര്യങ്ങൾ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം. പല രീതിയിൽ അവർ ഇമ്മച്യൂർഡായിട്ട് ബിഹേവ് ചെയ്തത് കൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഫുൾ ടൈം കമ്മിറ്റ്മെൻറ്റ് തരാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആവശ്യപ്രകാരം ഒരു സമയമോ ഒന്നും തന്നെ തരാനോ അവർക്ക് സാധിക്കാതെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സമയത്ത് അവർക്ക് ഒരുപാട് ഗിൽറ്റ് ഫീൽ തോന്നുന്നുണ്ട്. സോ ഒരു ഗിൽറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ ഒരു ഗിൽറ്റ് ഫീൽ തോന്നുന്നുണ്ട് എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു കമ്പാരിസൺ അവരിപ്പോൾ നടത്തുന്നുണ്ട്. കാരണം നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു അവരുടെ ലൈഫ്, ഇപ്പം എങ്ങനെയാണ് എന്നുള്ള രീതിയിലൊക്കെ അവർ ഒരുപാട് കമ്പാരിസൺ നടത്തുന്നുണ്ട്. അവർ തന്നെ സ്വയം വിലയിരുത്തുന്നുണ്ട് അവരുടെ ലൈഫിനെ കുറിച്ചിട്ട്. കാരണം നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് കാര്യത്തിൽ അവർക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളതാണ്. പല കാര്യങ്ങളിലും അവരുടെ ഈ ഒരു ഇമ്മച്വർ ബിഹേവിയർ കാരണം ഒരുപാട് തെറ്റിലേക്കൊക്കെ എടുത്ത് ചാടി പോകുന്ന ആ ഒരു സമയത്ത് പോലും നിങ്ങൾ അവർക്ക് വേണ്ട രീതിയിലൊരു ഉപദേശമൊക്കെ കൊടുത്ത് അതിനെ പിന്തിരിപ്പിച്ച് ഒരുപാട് അഡ്വൈസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഒരു അഡ്വൈസറെ പോലെ അല്ലെങ്കിൽ ഒരു വെൽവിഷറെ പോലെയൊക്കെ തന്നെ നിങ്ങൾ കൂടെ നിന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അവരുടെ ഒരു ഇമ്മച്വർ ആയിട്ടുള്ള ബിഹേവിയർ കാരണമോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പെരുമാറ്റമൊക്കെ കാരണം നിങ്ങൾ പോലും ഈ ഒരു സമയത്ത് അവരുടെ കൂടെ ഇല്ല. അതുകൊണ്ട് തന്നെ അവരായിട്ട് തന്നെ നഷ്ടപ്പെടുത്തിയതാണ്. അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ജസ്റ്റ് ഈ ഒരു സമയത്ത് അവർക്ക് ഇപ്പോൾ ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. മൊത്തത്തിലൊരു ഏകാന്തതയാണ് അവരിപ്പോൾ ഫീൽ ചെയ്യുന്നത്. അവർ ഇപ്പോൾ അവരുടെ ലൈഫിൽ ഒരു രീതിയിലും ഒരു സക്സസ്സോ അല്ലെങ്കിൽ ഒരു രീതിയിൽ ഹാപ്പി ആയിട്ടിരിക്കേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ ഒന്നും തന്നെ ഇല്ല. അത്തരം ഒരവസ്ഥയിൽ ഇപ്പോൾ ആ ഒരു വ്യക്തി എത്തി നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് പോലും ചുറ്റിനും ആരും തന്നെ അവരെ ഒന്ന് സമാധാനിപ്പിക്കാനോ അല്ലെങ്കിൽ വേണ്ടത്ര രീതിയിൽ അവരെ ഒന്ന് പരിഗണിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അപ്പോൾ ഈ ഒരു സമയത്ത് അവരൊരു കമ്പാരിസൺ നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ അവർ റിയാലിറ്റി മനസ്സിലാക്കി വരുന്നുണ്ട്. ഏതായിരുന്നു ശരി? ആരായിരുന്നു ഉം, അവർക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്? അല്ലെങ്കിൽ കൂടെ നിന്ന് ചീറ്റ് ചെയ്തവർ ആരാണ്? യഥാർത്ഥത്തിൽ അവരെ സ്നേഹിച്ചത് ആരാണ്? എന്നൊക്കെ അവർ ഇപ്പോൾ ഒരുപാട് അറിയുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരൊരു ഇമ്മച്യൂർഡ് ആയിട്ടുള്ള ഒരു നേച്ചർ ആവാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു പല ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഇത്തരം ഒരു ഡിസിഷൻ ഒരു ഇമ്മച്യൂർഡ് ആയിട്ടുള്ള ഡിസിഷൻസും കാര്യങ്ങളും ഒക്കെ എടുത്തത് കൊണ്ട് തന്നെ അവരിപ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ചുറ്റിനുമുള്ളവർ പോലും അവരെ ഒറ്റപ്പെടുത്തുന്നുണ്ട് പല കാര്യത്തിനും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവരിപ്പോൾ ഒരു ഏകാന്തത ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ്. ഇനി എൻ്റെ കൂടെ ആരുമില്ല. എന്നെക്കൊണ്ട് ഒന്നിനും സാധിക്കില്ല. ഭയങ്കര ലോസറാണ് എന്ന് പോലും അവര് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു കാര്യത്തിലും ഒരു ബെറ്ററായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുന്നില്ല. നിങ്ങളായിരുന്നു ആകെ ആശ്വാസമായിട്ട് ഉണ്ടായിരുന്നത്. നിങ്ങളോട് ചിലപ്പോൾ ഭയങ്കര സ്നേഹമൊക്കെ ഉള്ള ഒരു വ്യക്തി ആയിരുന്നിരിക്കാം. പക്ഷെ അവർക്കെല്ലാം ഒരു ഇറ്റ്സ് ഓക്കേ എന്നുള്ളൊരു ഒരു കൂളായിട്ടുള്ളൊരു മട്ടാണ് അവർക്ക്. കൂടുതൽ പേരുടെ നേച്ചർ അങ്ങനെയായിരിക്കാം. സോ എന്ത് വന്നാലും ഇപ്പോൾ എന്തെങ്കിലും ഒരു തടസ്സം വന്നു, നിങ്ങൾ കാര്യമായിട്ട് സീരിയസ് ആയിട്ട് അവരോട് പറഞ്ഞു. പക്ഷെ അവരിത് ഓ അതൊക്കെ അത്രയല്ലേ ഉള്ളൂ, അത് മാറും എന്നുള്ള രീതിയിൽ എടുക്കുന്നവരായിരിക്കാം. ഇറ്റ്സ് ഓക്കേ എന്നുള്ള രീതിയിൽ. പക്ഷെ അത് അവർക്ക് ഒരു ദൂഷ്യം ചെയ്തു എന്ന് വേണം പറയാൻ. പല കാര്യത്തിലും അവരിങ്ങനെ ഒരു സീരിയസ്നെസ് കാണിക്കാത്തത് കൊണ്ട് തന്നെ ആണ് ഇവരിപ്പോൾ ഒരുപാട് വിഷമം അനുഭവിക്കുന്നത്. ആ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ഒരു റീതിങ്ക് അല്ലെങ്കിൽ ഒരു പുനർചിന്ത അല്ലെങ്കിൽ അത്തരം ഒരു എനർജിയാണ് ഇവിടെ വീണ്ടും ഫീൽ ചെയ്യുന്നത്.
പല കാര്യങ്ങളും ഈ ഒരു വ്യക്തി ഒരു സമയത്ത് ഓർക്കുന്നുണ്ട്. നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള പ്രവൃത്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ടായിക്കോട്ടെ, ഒരുപാട് ഈ ഒരു കാര്യത്തിൽ ഈ ഒരു ഇമ്മച്യൂർഡ് ആയിട്ടുള്ള ബിഹേവിയർ കാരണം നിങ്ങൾ ഒരുപാട് തവണ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭാഷണം വരുമ്പോഴൊക്കെ തന്നെ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് അവർ നിങ്ങളെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ തന്നെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ റിപ്പീറ്റായിട്ട് അവർ നിങ്ങളോട് പറഞ്ഞു പോയതും ചെയ്തു പോയതും ഒക്കെ ഓർത്തിട്ട് അവർക്കൊരു ഗിൽറ്റ് ഫീലാണ് തോന്നുന്നത്. അതൊക്കെ തന്നെ നിങ്ങളെ എന്തോരം വിഷമിപ്പിച്ചിട്ടുണ്ട്. എത്രമാത്രം നിങ്ങളെ അവർ പറഞ്ഞതായിക്കോട്ടെ, ഒരു വാക്കുകൊണ്ടായിക്കോട്ടെ ഒക്കെ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം വേദന തന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ അവർ ആലോചിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തി ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു പേഷ്യൻസോട് കൂടി തന്നെ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യമൊക്കെ മാറും. പതിയെ 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 മാറും എന്നുള്ള ഒരു വിശ്വാസം അവർക്ക് ഉണ്ട്. എന്തായാലും അറ്റ് ദ എൻഡ് ഒരു ബിഗിനിങ്ങിന് എന്താ പറയുക, ഇതിൻ്റെയൊക്കെ അവസാനം ഒരു ന്യൂ ബിഗിനിങ് ആണ് എന്നുള്ളൊരു രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. മേ ബി ഈ ഒരു സമയത്ത് അവർക്ക് ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കില്ല. കാരണം അത്രത്തോളം ഒരു ലോൺലിനെസ് അല്ലെങ്കിൽ ഒരു ഏകാന്തത ഒരു ഫീൽ ചെയ്യുന്ന ഒരു സമയമാണിത്. അത്രത്തോളം ഒരു ടയർഡപ്പ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ഉള്ളത് പോലും. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രോങ് ഡിസിഷൻ ഇനി എടുക്കാൻ ഈ ഒരു സമയത്ത് ഇനി സാധിക്കില്ലെങ്കിലും പതിയെ പതിയെ ഒരുപാട് ചേഞ്ചസ് ഈ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്ന് അതുപോലെ തന്നെ ഒരു ന്യൂ ബിഗിനിങ്, നല്ലൊരു റിയൂണിയൻ, ഒരു ഭയങ്കര സ്ട്രെങ്തോട് കൂടി തന്നെയുള്ള അവരുടെ അവരുടെ തെറ്റുകളൊക്കെ ഇപ്പോൾ അവർ ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട് അതൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ഒരു വെയിറ്റിംഗ് എനർജി പോലെ അത്തരം ഒരു എനർജി കൂടിയാണ് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് എന്തായാലും അവർ ഭയങ്കരമായിട്ട് തന്നെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വാല്യൂ എന്തായിരുന്നു എന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് അവർ അതിയായിട്ട് ആഗ്രഹിക്കുന്നത് തന്നെ ഒരു ന്യൂ ബിഗിനിങ് ആണ് എന്ന് തെളിയിച്ചു തരുന്ന രീതിയിലൂടെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കാർഡാണ് ദ വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി ഒരു ന്യൂ ബിഗിനിങ് ആണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉടനെ ഉണ്ടാവാനൊരു പോസിബിലിറ്റിയും ഇവിടെ കാണുന്നുണ്ട്. കാരണം അവരിപ്പോൾ അവരുടെ യാഥാർത്ഥ്യം എന്താണ് ശരി തെറ്റ് എന്നൊക്കെ ഉള്ള ഒരു ഒരു റീതിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു എല്ലാം അവർക്കെല്ലാം ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. എന്താണ് ആ ഒരു സമയത്ത് ആ ഒരു ഫ്ലോയിൽ അവരുടെ ലൈഫ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ഒന്നിൻ്റെയും വാല്യൂ മനസ്സിലാക്കിയില്ല. എല്ലാം ഒരു സാമട്ടിന് അങ്ങനെ പോവായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള അവസ്ഥയിൽ ആരും തന്നെ സപ്പോർട്ടില്ലാത്തൊരു അവസ്ഥയിൽ അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. ഒരുപാട് ലെസൺസ് അവരിപ്പോൾ ഇതിനോടകം പഠിച്ചിട്ടുണ്ടായിരിക്കും ലൈഫിൽ നിന്നൊക്കെ. അതുപോലെ ഒരു അവസ്ഥയിലാണ് അവരിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർ തിരിച്ച് വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഒരു ന്യൂ ബിഗിനിങ്, ഇവിടെ ഗോൾഡ് കാർഡ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഈ ഒരു സമയത്ത് ഒരു എനർജി കിട്ടുന്നത് തന്നെ അവർ ഒറ്റപ്പെട്ട് പോയിട്ടുള്ള ഒരു അവസ്ഥയാണെന്ന് തന്നെയാണ് വീണ്ടും മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര കമ്പാരിസൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഴയ ലൈഫും ഈ ഒരു ലൈഫും തമ്മിൽ അവർക്ക് ഒരുപാട് വ്യത്യാസം തോന്നുന്നുണ്ട്. അതായത് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്തൊന്നും ഒരു കാര്യത്തിന് വാല്യൂ തന്നിട്ടില്ല. നിങ്ങൾക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഒന്നിനും ഒരു സീരിയസ്നെസ് ഇല്ല. നിങ്ങൾ വലിയ കാര്യത്തോടു കൂടി പറയുന്നതും അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതും ഒന്നും തന്നെ ഭയങ്കര വാല്യുബിൾ ആയിട്ടൊന്നും കാണാണ്ട് കൂളായിട്ട് തന്നെ എടുത്ത് അങ്ങനെ പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു കുറേ പേർക്കെങ്കിലും. പക്ഷേ ഈ ഒരു സമയത്ത് അവർ അതൊക്കെ എത്രത്തോളം വാല്യുബിൾ ആയിരുന്നു. കാരണം കൂടെ ഇല്ലാത്തൊരവസ്ഥയിൽ അതുപോലെ ഒറ്റപ്പെട്ടൊരവസ്ഥയിൽ പുറകോട്ട് ചിന്തിക്കുമ്പോൾ എത്രത്തോളം ബെറ്റർ ആയിട്ടുള്ളൊരു ലൈഫായിരുന്നു നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു മൊമെൻറ്റ് എന്നൊക്കെ അവർ തിരിച്ചറിയുന്നുണ്ട്. സോ അത്തരമൊരു ഒരു പുനർചിന്തയാണ് അവർക്ക് ഉണ്ടാവുന്നത്. അത്തരം രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു ഇനി എന്തൊക്കെ തടസ്സം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് വരാം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഇനി മുന്നിലേക്ക് വരുമ്പോൾ, നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ എന്തൊക്കെ തടസ്സമുണ്ട്, ഒരുപാട് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ഫിനാൻഷ്യലി ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ട് ഇല്ലായ്മ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരുപാട് ഇപ്പോൾ ഇവരായിട്ട് തന്നെ നിങ്ങളെ ഒരുപാട് അവോയ്ഡ് ചെയ്യുന്ന ഒരു ഭാഗമായിട്ട് നിങ്ങൾ തന്നെ കുറേ പേര് അല്ലെങ്കിൽ ഇനി വിടില്ല അതൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ടാവാം. അപ്പോൾ അതൊക്കെ തന്നെ ഇനി എന്താണെങ്കിലും എന്ത് ഫേസ് ചെയ്യണം എന്നുണ്ടെങ്കിലും ഇനി പറഞ്ഞു തീർക്കാം. അല്ലെങ്കിൽ ഏത് രീതിയിലൂടെ ഒരു കോൺടാക്റ്റിലൂടെ വന്നതിന് ശേഷം ഒരു മുന്നോട്ടൊരു തീരുമാനം എടുക്കാമെന്നുള്ള രീതിയിൽ അവർ ഇപ്പോൾ ഉള്ള ഇനി ഒബ്സ്റ്റക്കിൾസ് ഒന്നും തന്നെ കാര്യമാക്കാണ്ട് തന്നെ വരാനായിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്.